ഇത് നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയാണ് കാണുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മള് ഓറഞ്ചും മഞ്ഞയാണ് നമ്മൾ നട്ടിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ളത് മാത്രമേ നമ്മൾ നട്ടിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ വാടാർമുല്ലൊക്കെ നട്ടിട്ടുണ്ട്. നമ്മൾ വാടാർമുല്ല നട്ടിട്ടത് നമ്മുടെ വെള്ള കളറാട്ടോ. വെള്ള കളറാണ്, വൈലറ്റൊക്കെയാണ് പൊതുവെ കൂടുതല്, പക്ഷെ നമ്മളിവിടെ വെള്ള കളറാണ് നട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് പൊതുവെ എന്ന് പറയുന്നത് ഇവിടെ സാധാരണ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിയിൽ നമ്മൾ ജൈവവളം, അത് കരിയില ചാണകപ്പൊടി നിറച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഫിഷ് അമിനാസിഡ് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിനുള്ളത് പച്ചക്കറി കൃഷിയാണ്. വെണ്ട, വഴുതന്, മുളകൊക്കെയാണ്. അപ്പൊ നമ്മുടെ ചെണ്ടുമല്ലി നടുന്നതിലൂടെ ചെണ്ടുമല്ലി പൂവിടുമ്പോ അല്ലെങ്കിൽ ചെണ്ടുമല്ലി പൂവിടുന്ന സമയത്ത് ഈ കീടങ്ങളൊക്കെ കൂടുതൽ ചെണ്ടുമല്ലിക്കാണ് ആകർഷിക്കുന്നത്. ആ ടൈമിൽ എന്ന് പറയുമ്പോൾ എല്ലാ കീടങ്ങളും ഇതിനെ പൊതിയും. ആ ടൈമിൽ നമ്മള് ചെണ്ടുമല്ലിയിലാണ് നമ്മുടെ കീടനാശിനി ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതിലൂടെ നമ്മുടെ മറ്റു പച്ചക്കറിയിൽ നമുക്ക് സംരക്ഷിച്ച് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കും. അപ്പൊ സാധാരണ ആൾക്കാരെ ചെണ്ടുമല്ലി കൃഷി ഇതിലൂടെ വലിയ ലാഭമൊന്നും കിട്ടാറില്ല എന്നാണ് സാധാരണ പൊതുവെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ നട്ടയിലൊക്കെ ഓരോ കട മുളക്, പിന്നെ ചിലതിലൊക്കെ ചീര, ചിലതിന്റെ അടിയിൽ ഇഞ്ചി, അതൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയുകയാണെങ്കിൽ നമ്മുടെ ചെണ്ടുമല്ലി കഴിയുമ്പോൾ, അതിന് വിളവെടുത്ത് കഴിയുമ്പോൾ അത് പറിച്ച് കളയുമ്പോൾ അതിന്റെ അടിയിൽ ഇഞ്ചി ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെ മുളക്, അതൊക്കെ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു ടൈമാണ്. അപ്പൊ അതിലൂടെ നമുക്ക് കൂടുതൽ പിന്നെ നമുക്കിങ്ങനെ പിന്നെയും അല്ലെങ്കിൽ വളരാൻ വേണ്ടി കുറെ സമയം എടുക്കാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഇടയിലൊക്കെ ജീവാമൃത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഒഴിക്കാറുണ്ട്. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒഴിക്കുന്ന വളം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.